പുതിയ സാഹചര്യത്തിൽ നമ്മുടെ ജില്ലയിൽ നടത്തേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന ഒരു ആക്ഷൻ പ്ലാനാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ചേർന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ ജില്ലയിൽ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത് മാർച്ച് 11-ാം തീയതിയാണ്. നമ്മുടെ ജനസംഖ്യയാണെങ്കിൽ 34 ലക്ഷമുണ്ട്. ജില്ലയിലെ ജനസംഖ്യ 22-ാം തീയതി വരെയുള്ള കണക്കനുസരിച്ചാണെങ്കിൽ 11,830. ഇന്നിപ്പോൾ കളക്ടർ ഇന്നലെ വരെയുള്ള കണക്ക് പറഞ്ഞു 12,000-ത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മരണത്തിൻ്റെ എണ്ണവും പറയുകയുണ്ടായി. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഏറിയും കുറഞ്ഞും ഉള്ള തോതിൽ. ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടത് നമുക്കറിയാം. തീരദേശ മേഖലയിലും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടത്. റിപ്പോർട്ട് ചെയ്ത 12,000-ത്തിലധികം വരുന്ന കേസുകൾ പരിശോധിക്കുമ്പോൾ 95% കേസുകളും സമ്പർക്കം മൂലമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ക്ലസ്റ്ററുകൾ 29 ക്ലസ്റ്ററുകളുണ്ട്. അതിൽ 14 ക്ലസ്റ്ററുകളുടെ സ്ഥിതി എന്ന് പറയുന്നത് 100-ലധികം കേസുകളുള്ളതാണ്. 14 ക്ലസ്റ്ററുകളിൽ 100-ലധികം കേസുകളുണ്ട്. സെൻട്രൽ ജയിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ്. 485 രോഗികളുണ്ട് സെൻട്രൽ ജയിലിൽ. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ നടക്കുന്ന ജില്ല നമ്മുടെ ജില്ലയാണ്, ട്രിവാൻഡ്രം ജില്ലയാണ്. ഒരു ദിവസം ശരാശരി 4000 ടെസ്റ്റുകൾ ഒരു ദിവസം നടക്കുന്നുണ്ട്. രോഗ പോസിറ്റീവ് കേസുകൾ ഉള്ളവരിൽ തന്നെ രോഗലക്ഷണങ്ങളുള്ള ആളുകൾ വളരെ കുറവാണ്. കണക്കനുസരിച്ച് 15% ആളുകൾ മാത്രമേ രോഗലക്ഷണങ്ങളുള്ളവരായിട്ട് കാണുന്നുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ പോസിറ്റിവിറ്റി ഇവർ കണക്കാക്കിയുണ്ടായി. അതിൽ 12.68%. ഇതുവരെയുള്ള മാർച്ച് 11-ാം തീയതി മുതൽ ഇതുവരെയുള്ള ടെസ്റ്റ് പ്രകാരമുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി 9.52%. നമ്മൾ കാണേണ്ടത് സംസ്ഥാനതല പോസിറ്റിവിറ്റി 3.8% എന്നുള്ളതാണ്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ 26 സജ്ജമാക്കിയിട്ടുണ്ട്. കോവിഡ് ഹോസ്പിറ്റൽ പ്രത്യേകം സജ്ജമായി. ജനറൽ ഹോസ്പിറ്റലിനെ കോവിഡ് ഹോസ്പിറ്റലാക്കി മാറ്റി. മെഡിക്കൽ കോളേജ് അടക്കം ആശുപത്രികളിൽ കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായമാണ് വരുന്ന 3 ആഴ്ചയോടെ രോഗവ്യാപനം മൂർധന്യത്തിലെത്തുമെന്നാണ്. ഈ സന്ദർഭത്തിലാണ് ഓണമാഘോഷം വരുന്നത്. ഓണാഘോഷം പുറത്തൊന്നുമില്ലെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏതു സാഹചര്യത്തിലാണെങ്കിലും ഓണം ആഘോഷിക്കാതിരിക്കില്ല. ഓണക്കാലത്ത് സ്വാഭാവികമായിട്ട് കൂടിച്ചേരലുകളുണ്ടാവും. അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ തിക്കും തിരക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അത് നിയന്ത്രിച്ചാൽ മാത്രമേ ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുള്ള രോഗവ്യാപനം മൂർധന്യത്തിലെത്തുന്ന ഒരവസ്ഥയെ തടയാനായിട്ട് സാധിക്കും. തടഞ്ഞു തന്നെ തീരണം, തടയാതിരിക്കാൻ നമുക്കാവില്ല. മൂർധന്യത്തിൽ എത്തുമെന്ന് ആരോഗ്യ വിദഗ്ധർ പ്രവചിച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നെ മൂർധന്യത്തിൽ എത്തിക്കോട്ടെ എന്നൊരു നില നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് കോവിഡ് മൂർധന്യത്തിലെത്താതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കർശനമായിട്ടുള്ള ഒരു നില സ്വീകരിക്കാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ
ആരോഗ്യ വകുപ്പുമായിട്ട് ചേർന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഇപ്പോൾ ഇവിടെ വെച്ച് റിലീസ് ചെയ്യുകയാണ്. ആക്ഷൻ പ്ലാനിൻ്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ രോഗവ്യാപനത്തെ ചെറുക്കുക എന്നുള്ളതാണ്. ആ ആക്ഷൻ പ്ലാനിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ത്രസ്റ്റ് അത് തന്നെയാണ്. ആക്ഷൻ പ്ലാനിൽ ഉദ്ദേശിക്കുന്നത് ഈ രോഗം മൂലമുള്ള മരണം ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രോഗം മൂലമുള്ള മരണം നമുക്ക് പൂർണ്ണമായിട്ടും തടയുന്നതിന് സാധിക്കണം. ഒപ്പം തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ, അവരുടെ സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഇന്നിപ്പോൾ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ തയ്യാറാക്കിയിട്ടുള്ള ഈ ആക്ഷൻ പ്ലാനിൽ വിശദീകരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും കാണുന്നത് പ്രതിദിനമുണ്ടാകുന്ന കേസുകൾ അത് നിയന്ത്രിക്കുക, ഒരു നിശ്ചിത എണ്ണത്തിലാക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അനിയന്ത്രിതമായിട്ട് പോവുകയാണ്. ഇന്നലെ മുതൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഫലപ്രദമാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ സ്ഥിതി അറിയില്ല. അത് പരമാവധി നിയന്ത്രിച്ച് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇപ്പോൾ രോഗബാധ ഉണ്ടാകാത്ത സ്ഥലങ്ങളിലേക്ക് സമൂഹ വ്യാപനം ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, തടയുക എന്നുള്ളത് തന്നെയാണ് ഈ ആക്ഷൻ പ്ലാൻ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ്. മൂന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞു, മരണനിരക്ക് പരമാവധി കുറയ്ക്കുക. പരമാവധി മരണനിരക്ക് കുറയ്ക്കുക. അതിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പദ്ധതി എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞു സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയെ സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ സോണുകളിലെ ഇടപെടൽ ഫലപ്രദമാക്കുക എന്നുള്ളത് തന്നെയാണ്. ആ സോണുകളിലെ ഇടപെടൽ ഫലപ്രദമാക്കുക എന്ന് പറയുമ്പോൾ ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ രൂപപ്പെടുത്തുക. ഇപ്പോൾ ജനകീയമായിട്ടുള്ള ഇടപെടലുകളുണ്ട്, പക്ഷേ അത് കൂടുതൽ തീക്ഷ്ണമാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, കൂടുതൽ ശക്തമാക്കണം. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കാണ് അതിനകത്ത് പ്രധാനപ്പെട്ട റോൾ വഹിക്കുക സാധിക്കുക. ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളും അതുപോലെ നമ്മുടെ നിയമസഭാ സാമാജികന്മാരുടെ ഒരു വെബിനാർ ചേർന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഈ കൂട്ടർ ആകെ ചേർന്നുകൊണ്ട് ആരോഗ്യ വകുപ്പുമായും പോലീസ്, റവന്യൂ, സാമൂഹ്യനീതി വകുപ്പ് ഇവരുടെ ഒരു സാങ്കേതികമായിട്ടുള്ള പിന്തുണ വേണം. ആ സഹായത്തോടെ വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതികൾ, നിലവിലുള്ള ജാഗ്രതാ സമിതികളെയും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് മുഖ്യമായിട്ടും പ്രായോഗിക പ്രവർത്തന പദ്ധതിയിൽ നമ്മൾ രൂപം കൊടുക്കുന്നത്. അതിൽ കമ്മ്യൂണിറ്റി വളണ്ടിയേഴ്സ് ഉണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം, സർക്കാർ ഉദ്യോഗസ്ഥർ, ഒരു പ്രദേശത്ത് താമസിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ, അധ്യാപകന്മാർ, ആരോഗ്യ പ്രവർത്തകർ, ഈ അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളുടെ അംഗങ്ങൾ, ഇതുപോലുള്ള നല്ല പ്രവൃത്തികളിൽ ആത്മാർത്ഥമായിട്ട് ഇടപെടാൻ തയ്യാറുള്ള മറ്റു പൗരന്മാർ, ഇവരെല്ലാം അടങ്ങുന്ന ഒരു സന്നദ്ധ സേനയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന നിലയിൽ അങ്ങനെ ഒരു സേന രൂപീകരിച്ച് ആ സേനയുടെ നേതൃത്വത്തിൽ ജനകീയമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഇതുവരെ രോഗവ്യാപനം ഉണ്ടാകാത്ത സ്ഥലത്ത് പോസിറ്റീവ് കേസുകൾ കടന്നു വരാതെ പ്രതിരോധത്തിൻ്റെ ഒരു മതിൽ തീർക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്.
ഒരു ക്യാമ്പയിൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് SMS എന്ന ക്യാമ്പയിൻ സ്റ്റേറ്റിൽ ബ്രേക്ക് ദ ചെയിൻ എന്നതിൻ്റെ ഭാഗമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. സോപ്പും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങുമാണ്. ഈ പദ്ധതിയിൽ കുറച്ചുകൂടി ആകർഷകമായിട്ടുള്ള തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇഫക്റ്റീവായിട്ട് ഇടപെടുന്നവരെയൊക്കെ ബന്ധപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷനാണ്. IEC എന്ന് ഇതിനകത്ത് ചുരുക്കപ്പേര് പറയുന്നുണ്ട്. ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ളൊരു ക്യാമ്പയിനാണ് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഒരു പ്രതിജ്ഞ തന്നെയാണ്. എല്ലാവരും പ്രതിജ്ഞ എടുക്കുന്നു എന്നുള്ളതാണ്. ആ പ്രതിജ്ഞാവാചകം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ പ്രതിജ്ഞ എടുക്കുന്നു. അതായത് കോവിഡ് പ്രോട്ടോക്കോളുകളും ഞാൻ എല്ലാ കോവിഡ് പ്രോട്ടോക്കോളുകളും പിന്തുടരുമെന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും പാലിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രോട്ടോക്കോളുകൾ പാലിക്കപ്പെടാതെയോ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അപകടകരമോ മാരകമോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉത്തരവാദിത്വമുള്ളൊരു പൗരനെന്ന നിലയിൽ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗവും എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരുപോലെ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുത്തും. കോവിഡ് സുരക്ഷാ സന്ദേശം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാവരിലേക്കും വിശേഷിച്ച് യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് ഞാൻ മുൻകൈയെടുക്കും. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആരോഗ്യവും സുരക്ഷയും എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ഈ പ്രതിജ്ഞ ആത്മാർത്ഥമായി ഞാൻ നിർവഹിക്കുന്നു എന്ന് ഉള്ളിൽ തട്ടുന്നതായിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് ഈ ക്യാമ്പയിൻ്റെ ഒരു ഫസ്റ്റ് ഫേസായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഫൈറ്റ് കോവിഡ് ട്രിവാൻഡ്രം എന്നുള്ള ഒരു പദ്ധതിയാണ്. അതിനകത്ത് മുഖ്യമായിട്ടും പൊതു ഇടങ്ങളിൽ ഇപ്പോൾ ഒരു ഷോപ്പിൽ ചെല്ലുകയാണ്. ഷോപ്പിൽ ചെല്ലുമ്പോൾ അയാളൊരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിലായി ഇടുകയാണ്. അവിടെ താൻ ആ പ്രോട്ടോകോൾ പാലിച്ച് ഈ ഷോപ്പിൽ നിൽക്കുകയാണ് എന്ന ഒരു സന്ദേശം ഒരു സെൽഫി എടുത്തിട്ട് അയക്കുകയാണ്. അങ്ങനെ ആ രൂപത്തിലുള്ള ഒരു ഫൈറ്റ് കോവിഡ് ട്രിവാൻഡ്രം എന്ന പേരിലുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. മൂന്നാമത്തത് കോവിഡ് ഓണം, അത് കോവിഡ് ഓണം എന്നാണ്. ഈ വർഷത്തെ ഓണം, ഇപ്രാവശ്യത്തെ ഓണം 2020 ഓണം നമുക്ക് വീടുകളിലാണ്. കോവിഡ് ഓണമാണ് കോവിഡ് ഓണം എന്നുള്ള നിലയിലും മൂന്നാമത്തെ ക്യാമ്പയിൻ. ഈ 3 പ്രചാരണ ക്യാമ്പയിനുകളിലൂടെ നമ്മുടെ ജില്ലയിലെ ജനങ്ങൾക്കിടയിൽ ഇന്നിപ്പോൾ നമ്മൾ ചെന്നുപെട്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയെ സംബന്ധിച്ച് നല്ലൊരു അവബോധം കൊടുക്കാനും കോവിഡിനെ അനിയന്ത്രിതമായ തോതിൽ വരുമെന്ന് നാം ഭയക്കുന്നതായിട്ടുള്ള കോവിഡിനെ നമ്മുടെ ജില്ലയിൽ പ്രതിരോധിക്കാനുമുള്ള ഒരു പ്രവർത്തന പദ്ധതിക്കാണ് ഇപ്പോൾ ഇവിടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും സംയുക്തമായി നിരവധി ചർച്ചകളിലൂടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വിവിധ മേഖലകളിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടെല്ലാം തന്നെ വെബിനാറിലൂടെയെല്ലാം തന്നെ ചർച്ച ചെയ്ത് സമാഹരിച്ചതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതായിട്ടുള്ള ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഞാനതിൻ്റെ ഒരു ആകത്തുക പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ കളക്ടർ തന്നെ വിശദീകരിക്കുന്നതാകും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇവിടെ നീങ്ങിയിട്ട് നോക്കാം.
സാർ നമുക്കൊരു എല്ലാവർക്കും ഒരു ബ്രോഡർ ഐഡിയ കൊടുത്തതാണ്. ഇതിൻ്റെ 6 മെയിൻ ഭാഗമാണ്. ഫസ്റ്റ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ലോക്കൽ ബോഡീസിൻ്റെ നേതൃത്വത്തിൽ ലീഡർഷിപ്പിൽ നമ്മൾ നമ്മുടെ വാർഡ് ലെവൽ കമ്മിറ്റീസ് ഉണ്ട്, ജാഗ്രത കമ്മിറ്റീസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഒരു കുറച്ച് അവർക്ക് സ്ട്രെങ്തൻ ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കോവിഡിനെ സംബന്ധിച്ച് റീഡിഫൈൻ ചെയ്തതാണ്. സോ എല്ലാ വാർഡ് തല ലെവലിൽ കോവിഡ് കൺട്രോൾ ടീംസ് ഉണ്ടാവും. ഇത് സെയിം തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ കോവിഡ് കൺട്രോൾ ടീംസ് will be there in each and every ward. അതാണ് വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെമ്പർ, ദാറ്റ് വുഡ് ബി എ JPHN, JPHI, ആശാ വർക്കർ, അതുകൂടി റവന്യൂവിൻ്റെ ഉദ്യോഗസ്ഥർ, പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ, സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഉദ്യോഗസ്ഥർ. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കാൻ വേണ്ടി നമ്മൾ വോളണ്ടിയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഒരു വാർഡിലെ ആൾക്കാർ ഹോം ക്വാറന്റൈനിൽ ആണെങ്കിൽ, ആൾക്കാർ പോസിറ്റീവായിട്ട് എസിംപ്റ്റോമാറ്റിക് ആയിട്ട് ഹോം കെയർ ഐസൊലേഷനിലെ ആണെങ്കിൽ, ആ വാർഡിലെ ഒരു CFLTC ആണെങ്കിൽ, പിന്നെ ആ വാർഡിലെ നമുക്കൊരു കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, അങ്ങനെ വാർഡ് തലത്തിലെ കുറേ കോവിഡ് സംബന്ധിച്ച് കാര്യങ്ങൾ ഉണ്ടാകും. അതിനൊരു ലോക്കൽ ആയിട്ട് നമ്മൾ ഹെൽത്തിൻ്റെ പ്രോട്ടോകോൾ സംബന്ധിച്ച് പിന്നെ സോഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി ഈ 2-3 കാര്യങ്ങൾക്ക് വേണ്ടി ഈ ടീം എനർജറ്റിക് ആയിട്ട് ലോക്കലിലെ ഈ കമ്മിറ്റി, ഈ ടീംസ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിനെ സംബന്ധിച്ച് ഫോർ എക്സാമ്പിൾ ഒരു വാർഡിലെ കുറച്ച് പേര് ഹോം ക്വാറന്റൈനിലെ ആണ്. ഈ ആൾക്കാർക്ക് ഓരോ ആഴ്ചയിലെ 3 തവണ ആ വോളണ്ടിയർ ഫോൺ വഴി സംസാരിക്കും. അവർക്ക് ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ, ഏതെങ്കിലും ഒരു സഹായം വേണ്ടി ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണിലെ ആയതുകൊണ്ട് മെഡിക്കൽ നീഡ് ഉണ്ടോ, മെഡിസിൻ വാങ്ങാൻ വേണ്ടി പുറത്ത് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അവർക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല. അതിനെ സംബന്ധിച്ച് വോളണ്ടിയർമാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വാട്സാപ്പ് വഴി അല്ലെങ്കിൽ ഏത് വഴി പ്രൈവസിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് അവരുടെ ഒരു ലോക്കലായിട്ട് ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടി, സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഈ ലോക്കൽ ടീംസ് ഉണ്ടാവും. അതുപോലെ IEC, ഈ കോവിഡ് കൺട്രോൾ ടീംസ് വോളണ്ടിയേഴ്സിൻ്റെ ഹെൽപ്പ് വഴി പ്രോപ്പറായിട്ട് അവിടെ എല്ലാ IEC ക്യാമ്പയിൻ, കോവിഡ് പ്രോട്ടോകോൾ പറയാൻ വേണ്ടി പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓൾസോ നോക്കും. ഇത് വോളണ്ടിയർ ഗ്രൂപ്പ് ഓരോ ആഴ്ചയിലെ 3 ദിവസം അങ്ങനെ മോണിറ്റർ ചെയ്യും. വാർഡ് ലെവൽ കമ്മിറ്റി 15 ദിവസമിൽ ഒരു തവണ അങ്ങനെ ഒരു മീറ്റിംഗ് കൂട്ടിയിട്ട് ഓൺലൈൻ വഴി ഇതിൻ്റെ പ്രോഗ്രസ് നോക്കും. അതുപോലെ LSD ലെവലിലെ, പഞ്ചായത്ത് ലെവലിലെ മാസമിലെ ഒരു തവണ അങ്ങനെ ഒരു റിവ്യൂ മീറ്റിംഗ് വെച്ചിട്ട് ഇതിൻ്റെ പ്രോഗ്രസ് നോക്കും. സോ ഈ തലത്തിൽ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് മാനറിൽ ഈ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടാണ്. സെക്കൻഡ് സ്ട്രാറ്റജിയാണ് നമ്മുടെ IEC ക്യാമ്പയിൻ. നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇതുവരെ നമ്മൾ എല്ലാ റിസൾട്ട്സ്, ആ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിൻ്റെ റിസൾട്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 1 മാസം 2.5 മാസമായി ഈ ക്യാമ്പയിനിൻ്റെ എനർജി ഇപ്പോൾ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നമ്മുടെ ഈ IC ക്യാമ്പയിനിൻ്റെ മെസ്സേജസ് സെയിം തന്നെയാണ്, പക്ഷേ നമ്മൾ ഇതിനൊരു റീഇൻവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിന് സാർ പറഞ്ഞ പോലെ നമ്മുടെ 3 ലെവൽസ് ആണ്. 2 ക്യാമ്പയിൻ ലോങ് ടേം ക്യാമ്പയിൻ ആണ്. 3ാമത്തെ ക്യാമ്പയിൻ ഓണമിൻ്റെ സംബന്ധിച്ച് ഒരു സ്പെസിഫിക് ക്യാമ്പയിൻ ആണ്. ആദ്യമാണ് നമ്മൾ പ്ലെഡ്ജ്, ഒരു കോവിഡ് പ്ലെഡ്ജ്. ഒരു വോളണ്ടിയർ, ഒരു ആൾക്കാർ, യങ് ആൾക്കാർ, ഓൾഡ് ആൾക്കാർ, ആർക്കും എനിവൺ ക്യാൻ ടേക്ക് എ പ്ലെഡ്ജ്. അവർ ഒരു ഇമെയിൽ വഴി നമുക്ക് ഈ ഒരു പ്ലെഡ്ജ് എടുത്തു. അങ്ങനെ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ഈ സംവിധാനം ഉണ്ടാക്കിയിട്ടാണ്. അവരിവിടെ സബ്മിറ്റ് ചെയ്താൽ അവർക്ക് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. ദിസ് ഈസ് ടു ഇൻവോൾവ് മോർ ആൻഡ് മോർ യങ്സ്റ്റേഴ്സ്, ഗിവിംഗ് ദെം ദി സീരിയസ്നെസ് ഓഫ് ദി ഡിസീസ്. രണ്ടാമത്താണ് ഫൈറ്റ് കോവിഡ് ട്രിവാൻഡ്രം.
ജില്ലയിലെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ നല്ലതാണ്, ഗ്യാപ്സ് ആണ്, വാട്ട് എവർ ഇസ് ദ ആക്ടിവിറ്റി ഹാപ്പനിങ് ഇൻ റിലേഷൻ ടു COVID-19, നമ്മളൊരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് കോവിഡ് TVN. സോ ഈ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്താണ് നമ്മുടെ കോവിഡ് ഓണം. ഈ വർഷത്തെ ഓണം നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കണം. ഈ ഒരു സന്ദേശം കൂടി, ഈ ഒരു ലക്ഷ്യം കൂടി നമ്മൾ ഈ കോവിഡ് ഓണം അങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു ചെറിയ കോമ്പറ്റീഷൻ ഓൾസോ സോഷ്യൽ മീഡിയ വഴി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാർ വീട്ടിൽ തന്നെ നല്ല പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഷോപ്പിംഗ് സമയത്ത് പോയിട്ട് അവർ എല്ലാ പ്രോട്ടോകോൾസ് പാലിച്ചിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സെൽഫി ആണെങ്കിൽ, ഫോട്ടോ ആണെങ്കിൽ ദേ ക്യാൻ സെൻഡ് ഇറ്റ് ടു ദ ഇമെയിൽ അറ്റ് അവർ കോവിഡ് സെൽ. നമ്മൾ ടോപ്പ് 3 നല്ല ഒരു അങ്ങനെ പ്രോട്ടോകോൾ അഡ്ഹെറൻസ് സെലക്ട് ചെയ്ത് ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ചെറിയ ഒരു അങ്ങനെ പ്രൈസ് ഓർ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. These campaigns are just to involve more and more people and drive across the message of the seriousness of the disease. So ഇതാണ് നമ്മുടെ IEC campaign. ഇതിൻ്റെ കൂടെ നമ്മുടെ general campaign will go on. IEC campaign regarding the SMS, regarding break the chain, that all will be going on. അതിനെ സംബന്ധിച്ച് കമ്മ്യൂണിറ്റി ലെവലിലെ വാർഡ് കമ്മിറ്റീൻ്റെ അഗെയിൻ റോൾസ് ആണ്. Institution heads, the workplaces are very important to ensure that all COVID protocols are followed. So workplaces സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് പ്രോട്ടോകോൾ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് എൻഫോഴ്സ്മെൻറ്റ് ത്രൂ ദി law enforcement agencies. That is an effective tool and we'll be continue to using them to ensure that എല്ലാ COVID-19 protocol are getting followed. നമ്മുടെ നാലാമത്തെ സ്ട്രാറ്റജി is for reverse quarantine. നമ്മുടെ ആക്ഷൻ പ്ലാനിൻ്റെ ഉദ്ദേശമാണ് to reduce mortality. So reverse quarantine vulnerable population and targeted ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ ഇതുവരെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് കൂടുതൽ ഇതിൽ ഫോക്കസിൻ്റെ ആവശ്യമാണ്. സോ വാർഡ് ലെവൽ കമ്മിറ്റീസിൻ്റെ റിവേഴ്സ് ക്വാറന്റൈൻ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. With the help of Anganwadi workers, ASHA, JPHN and JHI, they will be listing the vulnerable population in their ward. അങ്ങനെ ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട്, പക്ഷേ വാർഡ് ലെവൽ മെമ്പറിലെ ഈ ലിസ്റ്റ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയിട്ട് അവരുടെ ഹെൽത്ത് സ്റ്റേറ്റസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധം ആക്കുന്നുണ്ട്. They will be reporting to the PHC regarding the listing of the vulnerables in their ward by August 31. അതിനുശേഷം ആശാ വർക്കറിൻ്റെ ഹെൽപ്പ് കൂടി ഈ എല്ലാ വൾനറബിൾ ഗ്രൂപ്പിൻ്റെ ഒരു ബേസ് ലൈൻ മെഡിക്കൽ അസസ്മെൻറ്റ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്താണ് അവർക്ക് ഏതെങ്കിലും ഒരു സോഷ്യൽ അസിസ്റ്റൻസിൻ്റെ നീഡ് ആണെങ്കിൽ അത് വോളണ്ടിയേഴ്സ് വഴി വാർഡ് ലെവൽ കമ്മിറ്റീൻ്റെ വോളണ്ടിയേഴ്സ് വഴി ആ സോഷ്യൽ നീഡ്സ് അവരുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മൂന്നാമത്തെ റൂൾ. പിന്നെ വോളണ്ടിയേഴ്സ് ഒരു ആഴ്ചയിലെ 3 തവണ വിളിച്ചിട്ട് അവരുടെ ഏതെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാലാമത്തെ ഒരു റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം തന്നെയാണ്, പക്ഷേ നമ്മൾ അഞ്ചാമത്തെ സ്ട്രാറ്റജിയാണ്. ഇത് നമ്മൾ സ്റ്റേറ്റിലെ തിരുവനന്തപുരം ജില്ല ഫസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇതാണ് യൂസ് ഓഫ് പൾസ് ഓക്സിമെട്രി. Pulse oximetry is to measure the saturation level of oxygen in the blood. ഇത് ഒരു വേൾഡ് വൈഡ് ഒരു സംവിധാനമാണ്. നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ഓഫ് കേസസ് ഹൂ മേ ബി carriers, asymptomatic carriers or who could be COVID-19 positive patients. So ഇത് നമ്മൾ രണ്ട് തലത്തിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആദ്യമാണ് ഹൗസസിലെ വാർഡ് ലെവൽ കമ്മിറ്റീസ് ഒരു 15-20 പൾസ് ഓക്സിമീറ്റർ പീസസ് വാങ്ങിച്ചിട്ട് അങ്ങനെ വോളണ്ടിയേഴ്സ് വഴി ആശാ വർക്കേഴ്സ് വഴി ഈ വൾനറബിൾ ഗ്രൂപ്പിനെ പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്തിട്ട് ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ നോട്ട് ചെയ്യും. ഇതിൻ്റെ കട്ട് ഓഫ് നമ്മൾ ഹെൽത്ത് എക്സ്പേർട്സ് വഴി ഡിസ്കസ് ചെയ്തിട്ട് 95 ആണ്. 95 സാച്ചുറേഷൻ്റെ താഴെയാണെങ്കിൽ ഈ ആൾക്കാർക്ക് നമ്മൾ നിയറസ്റ്റ് ടെസ്റ്റിംഗ് സെൻറ്റർ ഓർ PHCനെ ബന്ധപ്പെടുക, അങ്ങനെ നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ നോൺ മെഡിക്കൽ വോളണ്ടിയേഴ്സ് ഓൾസോ യൂസ് ചെയ്യുന്നുണ്ട്.
അവർക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഈ ചുമതല കൊടുക്കുന്നുണ്ട്. റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻസ് നമ്മളുടെ അർബൻ ഏരിയാസിലെ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ബിൽഡിംഗ് ആണ്. അവിടെ നമ്മൾ അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ ബിൽഡിങ്സിലെ നിർബന്ധമായ കുറച്ച് പൾസ് ഓക്സിമീറ്റേഴ്സ് വാങ്ങിച്ചിട്ട് റിസപ്ഷൻ ഏരിയയിൽ അല്ലെങ്കിൽ താഴെ ഒരു കോമൺ പ്ലേസിൽ ഈ വെക്കണം. ആൾക്കാർ ഒരു റാൻഡമായിട്ട് അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽസ് നോക്കണം. മൂന്നാമത്താണ് പബ്ലിക് പ്ലേസസിൽ വാർഡ് തല ലെവലിൽ ദേ ക്യാൻ ഡിസൈഡ് എവിടെ ഒരു ഓപ്പൺ സ്പേസിൽ ഹെൽത്ത് കിയോസ്ക് സെറ്റ് ചെയ്തിട്ട് പൾസ് ഓക്സിമീറ്റർ അവിടെ വെച്ചിട്ട് റാൻഡമായിട്ട് സാച്ചുറേഷൻ ലെവൽ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഡിസീസിൻ്റെ ഔട്ട്ബ്രേക്കിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ തെർമൽ സ്കാനിങ് വാസ് വൺ ഓഫ് ദ മേജർ സ്റ്റേജ് ഓഫ് ഏർലി സ്ക്രീനിങ്. ഇപ്പോൾ നമ്മൾ പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്തിട്ട് ഈ ഏർലി ഡിറ്റക്ഷൻ ഓഫ് കേസസ് ഈ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ദിസ് വിൽ ബി ഓവർ ആൻഡ് അബവ് ദി നമ്മുടെ എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജി ഓഫ് ടെസ്റ്റിംഗ് ഓഫ് ആൻറ്റിജൻ കിറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ് കമ്മ്യൂണിറ്റി ലെവൽ ടെസ്റ്റിംഗ്. പക്ഷേ നമുക്ക് വളരെ നമ്മൾ ഹോപ്പ്ഫുള്ളാണ്. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി കേസസ് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ആറാമത്തെ ലാസ്റ്റ് സ്ട്രാറ്റജിയാണ് ടു വർക്ക് ഓൺ ദി ഹോസ്പിറ്റൽ പ്രിപ്പയർഡ്നെസ്, ദി മെഡിക്കൽ മാനേജ്മെൻറ്റ് ഓഫ് കേസസ്. നമുക്ക് 3 ഘട്ടത്തിലെ പേഷ്യൻസ് ആണ്. കാറ്റഗറി എ, കാറ്റഗറി ബി ആൻഡ് കാറ്റഗറി സി. കാറ്റഗറി എ പേഷ്യൻസ് ആർ സാധാരണ രീതിയിൽ എസിംപ്റ്റോമാറ്റിക് ആണ്. 75 to 80% ഓഫ് കേസസ് ഇൻ ദ ജില്ല ഇതുവരെ കാറ്റഗറി എ തന്നെയാണ്. കാറ്റഗറി എ പേഷ്യൻസിനെ നമ്മൾ CFLTCസിലെയാണ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. കോമോർബിഡിറ്റി ഉണ്ടെങ്കിൽ ആ കാറ്റഗറി ബി ഓർ സിയിലെ ആയതുകൊണ്ട് നമ്മൾ അവർക്ക് കോവിഡ് ഹോസ്പിറ്റൽസിലെയാണ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ CFLTCസിൻ്റെ ഇപ്പോൾ നമുക്ക് 26 CFLTCs ആക്റ്റീവ് ആണ്. നമ്മൾ ഏകദേശം 90 CFLTCs ഐഡൻറ്റിഫൈ ചെയ്തതാണ്. കേസ് ബർഡൻ അനുസരിച്ച് നമ്മൾ കൂടുതൽ CFLTCs ആക്ടിവേറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി ഹോം കെയർ ഐസൊലേഷൻ ഹെൽത്ത് കെയർ വർക്കേഴ്സ് കാറ്റഗറിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ബാക്കി ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഈ ആഴ്ച ഹോം കെയർ ഐസൊലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറമെയാണ് നമ്മുടെ കാറ്റഗറി ബി. ഇതിൻ്റെ ഇപ്പോൾ കണക്ക് നമുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. സോ കാറ്റഗറി ബി ഇൻഫ്രാസ്ട്രക്ചർ പ്രിപ്പയർഡ്നെസ് ആണ് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് കോവിഡ് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലിൽ നമ്മൾ കാറ്റഗറി ബി പേഷ്യൻറ്റ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ 2 ഗവൺമെൻറ് സെക്ടറിലെ പിന്നെ 4 പ്രൈവറ്റ് സെക്ടറിലെ നമ്മൾ 6 അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാറ്റഗറി ബിന് വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്തതാണ്. 1000 മേലെ ബെഡ്സ് നമ്മൾ കാറ്റഗറി ബിന് വേണ്ടി മാത്രമേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓഗസ്റ്റ് 31 വരെ നമ്മൾ റെഡി ആക്കിയിട്ട് സർജിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഈ പ്രിപ്പയർഡ്നെസ് തയ്യാറാക്കുന്നുണ്ട്. കാറ്റഗറി സി എന്നെ സംബന്ധിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെയാണ് കാറ്റഗറി സി ഉണ്ടല്ലോ. ഇതിൻ്റെ കൂടെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കൂടി നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം 400 ബെഡ്സിൻ്റെ കൂടെ നമുക്ക് ഓൾറെഡി പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ അഗ്രീമെൻറ്റ് നമ്മൾ ആയിട്ടിട്ടുണ്ടാണ്. ഇതിൻ്റെ പുറമെ ഓൾസോ അവർ ഡയറക്റ്റ് ആയിട്ട് ഓൾസോ ഏകദേശം ഇപ്പോൾ 300 പേഷ്യൻസ് ഓൾറെഡി പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റഡ് ആണ്, പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ. സോ അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഓഫ് കോവിഡ് പോസിറ്റീവ് കേസസ് നമ്മൾ ഈ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ടാണ്. ഇതിൻ്റെ പുറമെ ഞാൻ 5 സോൺസിനെ സംബന്ധിച്ച് 2 മിനിറ്റ് ഞാൻ പറയാം. നമ്മുടെ ആദ്യത്തിൻ്റെ സോണാണ് കോസ്റ്റൽ സോൺ. അതിൽ നമ്മുടെ സ്പെസിഫിക് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇതുവരെ കമ്മ്യൂണിറ്റി ലെവലിലെ ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടാർഗറ്റഡ് ഫോക്കസ് ഓൺ വൾനറബിൾ എൽഡർലി പ്രഗ്നൻറ്റ് വിമൻ ആൻഡ് പീപ്പിൾ വിത്ത് കോമോർബിഡിറ്റി ആണ്. അത് ഇപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ സിറ്റിൻ്റെ സെക്കൻഡ് സോണാണ്. സിറ്റിയിലെ നമ്മൾ വളരെ ഒരു ഏർലി ഡിറ്റക്ട് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ലെവലിലെ ക്ലസ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കമ്മ്യൂണിറ്റി സ്പ്രെഡ് പ്രിവെൻറ്റ് ചെയ്യാൻ ഇതുവരെ നമുക്ക് സാധിച്ചതാണ്. അങ്ങനെ തന്നെ നമ്മൾ ഒരു ഓഗ്മെൻറ്റഡ് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓണമെന്നെ സംബന്ധിച്ച് നമ്മൾ ക്രൗഡഡ് മാർക്കറ്റ് പ്ലേസസിലെ ഏരിയയിലെ കൂടുതൽ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് സജ്ജനാക്കിയിട്ട് അവിടെ നമ്മൾ കൂടുതൽ ടെസ്റ്റിംഗ് ഈ വരാനിരിക്കുന്ന ദിവസമിലെ നമ്മൾ ക്രൗഡഡ് പ്ലേസസിൽ കൂടുതൽ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ബാക്കി നമ്മുടെ 3rd സോൺ ബോർഡർ ഏരിയ ആണ്. നമ്മുടെ സൗത്ത് ബോർഡർ ഓഫ് ദ ജില്ല.
തമിഴ്നാടിൻ്റെ തൊട്ടടുത്ത് ഗ്രാമപഞ്ചായത്തിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ നമുക്ക് കൂടുതൽ കേസസ് ആണ്. അതനുസരിച്ച് നമ്മൾ ഒരു സ്പെഷ്യൽ ഹെൽത്തിൻ്റെ ടീം ഉണ്ടാക്കിയിട്ട് നോഡൽ ഓഫീസർ ഉണ്ടാക്കിയിട്ട് ഈ 3-4 ഗ്രാമപഞ്ചായത്ത് ഏരിയൻ്റെ ടാർഗറ്റഡ് അപ്രോച്ചിന് വേണ്ടി നമ്മൾ മാത്രമേ ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജി ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്ക് അവിടെ CFLTCs ഉണ്ട്. പിന്നെ അവിടെ ഒരു കാറ്റഗറി B ഹോസ്പിറ്റൽ നമ്മൾ തുടങ്ങിയതാണ്. സോ ആ പേഷ്യൻ്റ് ലോഡ് നമ്മൾ അവിടെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാക്കിയാണ് നമ്മുടെ പഞ്ചായത്ത് ജില്ലയുടെ റൂറൽ ഏരിയാസിലെ നമ്മൾ പലപ്പോഴും സ്ഥലമിലെ ടൗൺസ് മുനിസിപ്പാലിറ്റി അർബൻ ഏരിയാസിലെ ഫോക്കസ് ചെയ്തിട്ട് പെട്ടെന്ന് കണ്ടെയ്ൻമെൻറ്റ് ചെയ്താണ് നമ്മുടെ സ്ട്രാറ്റജിയാണ്. അഞ്ചാമത്തെ നമ്മുടെ സോണാണ് ട്രൈബൽ ആൻഡ് ഹില്ലി ഏരിയാസ്. അതിനെ സംബന്ധിച്ച് ഇതുവരെ നമുക്ക് നമ്പർ ഓഫ് കേസസ് ലെസ് ആണ്. നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കണ്ടെയ്ൻ ചെയ്ത് നമുക്ക് സാധിച്ചതാണ്. ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു ഫോക്കസ് ചെയ്താണ്. കാരണം ഈ ഒരു ഏകദേശം അൺഅഫക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ ഹില്ലി ടെറൈൻ ആയതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റൽ സെറ്റപ്പ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കുറവായതുകൊണ്ട് നമുക്ക് ചാലഞ്ചസ് കൂടുതലാണ്. സോ ട്രൈബൽ ഏരിയയിന് വേണ്ടി നമ്മൾ ഈ ഡോക്യുമെൻറ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ട്രാറ്റജീസ് എങ്ങനെയാണ്. അവിടെ ഒരു സ്പെഷ്യൽ നോഡൽ ടീം വെച്ചിട്ട് ട്രൈബൽ പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രൈബൽ ആശാവരി ലോക്കൽ ലെവൽ കോൺടാക്ട് ട്രേസിംഗ് ആൻഡ് ലോക്കൽ ലെവൽ IC ക്യാമ്പയിൻ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ കൂടെ ട്രൈബൽ ഏരിയയിൽ തന്നെ ആ ഏരിയാസിൽ തന്നെ CFLTCs ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടെ തന്നെ പേഷ്യൻ്റ് അഡ്മിഷൻ കൂടുതലാവണം. അതിൽ കൂടെ കാറ്റഗറി B ഹോസ്പിറ്റൽ ഓൾസോ നമ്മൾ അവിടെ പ്രൈവറ്റ് സെക്ടർ കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് പറയാൻ വേണ്ടി നമുക്ക് ഈ ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ. ഓണമിൻ്റെ സംബന്ധിച്ച് ഞാൻ ജസ്റ്റ് 2 പോയിൻറ്റ്സ് പറയാം. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഓണമിൻ്റെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു അഡ്വൈസറി നമ്മൾ ഇഷ്യൂ ചെയ്തതാണ്. റവന്യൂവിൻ്റെ ഒരു താലൂക്കിലെ നമ്മൾ 5 സ്ക്വാഡ്സ് ഓൾറെഡി രൂപീകരിച്ചതാണ്. എൻഫോഴ്സ്മെൻറ്റ് നോക്കാൻ വേണ്ടിയാണ്. കോവിഡ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യാൻ വേണ്ടി എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ റവന്യൂ സ്ക്വാഡ്സ് ഓൾസോ ചെയ്തതാണ്. നമ്മുടെ അഭ്യർത്ഥന ആണ് ആൾക്കാർക്ക് വയസ്സുള്ള ആൾക്കാർ, കുട്ടികൾ, ഗർഭിണികൾ, കോമോർബിഡിറ്റി അങ്ങനെ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ക്രൗഡഡ് പ്ലേസസിലെ ദേ ഷുഡ് അവോയ്ഡ് ഗോയിങ് ടു ദി ഷോപ്സ് ആൻഡ് ക്രൗഡഡ് മാർക്കറ്റ്സ് ഡ്യൂറിങ് ദി ഷോപ്പിംഗ് ടൈം ഓഫ് ഓണം. ഈ വളരെ ഒരു ഹൈ ഹെൽത്ത് റിസ്ക് ആണ്. അവർ ക്രൗഡഡ് പ്ലേസസിൽ പോയാൽ അവർക്ക് കോവിഡ് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ ഹൈ ആണ്. ഇതെൻ്റെ ഫസ്റ്റ് റിക്വസ്റ്റ് ആണ് ടു പ്ലീസ് നോട്ട് ടു ഗോ ഔട്ട്. ബാക്കി ആൾക്കാർക്ക് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ തിരക്കില്ല സമയത്ത് കൂടുതൽ പോകാനെങ്കിൽ നമ്മൾ അങ്ങനെ അവരുടെ ടൈം സ്റ്റാഗർ ചെയ്തിട്ട് പോകാനും നമ്മൾ അഭ്യർത്ഥിക്കുന്നു. വണ്ടികളിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ പകരം 1-2 ആൾക്കാർ പോയാൽ അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഈ 2ാമത്തെ തവണ ആണ് നമ്മൾ DDMA ഓർഡർ വഴി അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഷോപ്സിലെ കുറച്ച് അഭാവങ്ങൾ ഉണ്ട്. അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ സ്വയം ഒരു ലീഡർഷിപ്പ് എടുത്തിട്ട് അവരുടെ ഷോപ്സിലെ അവരുടെ കടകളിലെ DDMAൻ്റെ ഇഷ്യൂ ആയിട്ട് എല്ലാ ഓർഡേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ അവർക്ക് വേണ്ടി അവരുടെ ജീവനക്കാർക്ക് വേണ്ടി ഓൾസോ വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്. ജനങ്ങൾക്ക് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാണ് അഡ്വൈസറിയിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പ്രകാരം എല്ലാവർക്കും അഭ്യർത്ഥന ഉണ്ട്. ഈ തവണ സോഷ്യൽ ഗ്യാതറിംഗ് ഒഴിവാക്കണം. നമ്മൾ ഓണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഇതാണ് വീണ്ടും നമ്മുടെ ഒരു അഭ്യർത്ഥന ആണ്. എല്ലാവർക്കും ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യും ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കോസ്റ്റൽ ഏരിയാസിലെ ആദ്യം ഒരു ക്ലസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് 16 ക്ലസ്റ്ററിനായി. പിന്നെ ഇപ്പോൾ നമുക്ക് 11 ക്ലസ്റ്റേഴ്സാണ്. 11 ക്ലസ്റ്ററിലെ ഏറ്റവും ആദ്യ ക്ലസ്റ്ററിലെ ഇപ്പോൾ 7 ആഴ്ച ആയി. ബാക്കി ക്ലസ്റ്ററിലെ 4-5 ആഴ്ച ആയിട്ടാണ്. ആദ്യ ക്ലസ്റ്ററിലെ നമുക്ക് പോസിറ്റിവിറ്റി 44-43% ഉണ്ടായിരുന്നു.
മാത്രമേ കാണുള്ളൂ. സോ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അവിടെ പോസിറ്റിവിറ്റി ഡിപ്പ് അങ്ങനെ കർവ് താഴെയിലോട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റിയതാണ്. ഓവറോൾ പോസിറ്റിവിറ്റി കോസ്റ്റൽ ഏരിയകളിൽ ഇതുവരെ 17%. നമ്മുടെ ടാർഗറ്റ് 5%. ആ ഏരിയയിൽ ഇതുവരെ ഹയർ, ഇത് ആവറേജ് ആണ് മുഴുവൻ കോസ്റ്റൽ സോണിൽ. കുറച്ച് ഏരിയസിൽ 20 ടച്ച് ചെയ്യുന്നുണ്ട്, മിക്കവാറും 14-15% ആണ്. വളരെ കുറച്ച് ഏരിയസിൽ 10ന്റെ താഴെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നു അടുത്ത 1-2 ആഴ്ചയിൽ അവിടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകും. നമ്മുടെ SDMA ഓൾറെഡി ഒരു R0 വെച്ചിട്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഒരു എപ്പിഡമിക് ഗ്രാഫ് എങ്ങനെയാണ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദിസ് ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്, എല്ലാവർക്കും അവൈലബിൾ ആണ്. നമ്മുടെ ഇതിന്റെ സോഫ്റ്റ് കോപ്പി നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലാക്കും ഈ ഗ്രാഫ് എങ്ങനെ അവർ പ്രിഡിക്റ്റ് ചെയ്തതാണ്. നമുക്ക് ഓൾറെഡി മിഡ് ഓഗസ്റ്റിന്റെ പീക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ കുറച്ച് ഇൻ ബിറ്റ്വീൻ നമുക്ക് കർവ് ഫ്ലാറ്റൻ സാധിച്ചു. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 10 ദിവസമായി നമ്മുടെ കർവിന്റെ സർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ നമ്മളൊരു ഇന്റർവെൻഷൻ നല്ല രീതിയിൽ ഫോളോ ചെയ്യില്ലെങ്കിൽ വീണ്ടും ഒരു ഷാർപ്പ് സർജിന്റെ സാധ്യത ഉണ്ട്. R0 വെച്ചിട്ട് അവർക്ക് മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്റർവെൻഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇന്റർവെൻഷൻ പ്രോപ്പറായിട്ട് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമുക്കറിയില്ല നമ്മൾ ഏതെങ്കിലും ആൾക്കാരുടെ കോൺടാക്ട് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ സമയത്തും ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. പക്ഷേ ഏതെങ്കിലും ഗ്യാപ്പ് ആണെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ് ചെയ്യാം. പക്ഷേ ഇതാണ് പ്രോട്ടോകോൾ. എല്ലാവർക്കും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ആവശ്യമില്ല. ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സ്വകാര്യതയുടെ പ്രശ്നങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആളുകളുടെ
ചെയ്യാതിരിക്കുന്നതേ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരിക്കലും ഒരു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ല. ദൈവം ഇത് അങ്ങനെ അതിനെ നമ്മൾ കാണാൻ പാടില്ല. ഈ എൻഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാം പോലീസിനെ ഉപയോഗിച്ച് മാത്രം എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ആ എൻഫോഴ്സ്മെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നമ്മൾ ഇത്രയും കർക്കശത്തോടു കൂടി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒട്ടും തന്നെ അതിനെ മാനിക്കാത്ത ചില ആളുകളുണ്ട്. അത് നമുക്ക് ഗൗരവത്തോടുകൂടി കാണണം എന്നുള്ള നിലയിലാണ് അങ്ങനൊരു കാര്യം വരുന്നത്. ഇപ്പോൾ ഈ കളക്ടർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഏതാണ്ട് 30 സ്ക്വാഡിനെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. 30 സ്ക്വാഡ്, ഒരു താലൂക്കിനകത്ത് 5 സ്ക്വാഡ്. ആ 5 സ്ക്വാഡിൻ്റെ സാന്നിധ്യം ആ താലൂക്കിൽ എപ്പോഴും ഉണ്ടാവും. 30 സ്ക്വാഡിൻ്റെ സാന്നിധ്യം ആ താലൂക്കിനകത്തുള്ള ക്രൗഡ് ഉണ്ടാകാനിടയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അവിടെ അവരുടെ പരിശോധന ഉണ്ടാകും. ആ മോണിറ്ററിംഗ് ആണ് ക്രൗഡിനെ നിയന്ത്രിക്കാനുള്ള പ്രഥമമായിട്ടുള്ള ഒരു നടപടി. ഇപ്പോൾ ആവറേജ് 17%. ഇതൊരു ഹെൽത്ത് ഡിസിഷനാണ്. പക്ഷേ ഇതിന് നമ്മൾ ഓൾറെഡി കാരണം ഈ താഴെ വരുന്നുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ റിലാക്സേഷൻസ് കൊടുക്കുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിലെ അവർക്ക് ഉള്ളിൽ നല്ല രീതിയിൽ നമ്മൾ റിലാക്സേഷൻസ് കൊടുത്തതാണ്. കൊമേഴ്ഷ്യൽ ഷോപ്സ് നമ്മൾ എല്ലാം അലൗ ചെയ്തതാണ്. ഇനിയും നമ്മൾ 1-2 ദിവസം വരെ ഇതിനേക്കാളും നമ്മൾ കൂടുതൽ ഒരു റിലാക്സേഷൻസ് കൊടുക്കാൻ പൂർണ്ണമായ സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കണ്ടെയ്ൻമെന്റ് വിഡ്രോ ചെയ്യാനുള്ള ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ റിലാക്സേഷൻ എല്ലാം തന്നെ ഒരു പ്രോട്ടോക്കോളിനനുസരിച്ച് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ്. ആരെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അവിടെ ആരോഗ്യ വകുപ്പുണ്ട്, അതിൻ്റെ അധികൃതരുണ്ട്, അതുപോലെ തന്നെ അവിടെ പോലീസ് സംവിധാനമുണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനമുണ്ട്. അത്തരം ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിടെയെല്ലാം എത്ര തരം അല്ലെങ്കിൽ എത്ര തലത്തിലുള്ള റിലാക്സേഷൻ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ചില കച്ചവടക്കാരിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് 9 മണി വരെ തുറക്കാൻ സമ്മതിക്കണമെന്ന്. നമുക്ക് തുറക്കാൻ സമ്മതിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അത് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. പക്ഷെ നമ്മുടെ അനുഭവം നേരെ മറിച്ചാണ്. നമ്മുടെ നിയന്ത്രണങ്ങൾ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ രൂപത്തിലെങ്കിലും നമുക്കിതിനെ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുള്ളത്. അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ പഴയതുപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളെയും കൂട്ടി എല്ലാവരെയും കൂട്ടി ഓണമാണ്, എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങും. അതെ, അത്തരം ഒരു നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അങ്ങനെ എല്ലാം ഓപ്പണായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഇത്തരമൊരു ചിന്ത വരാൻ തന്നെ കാര്യം എന്താ? എന്തുകൊണ്ട് സാമൂഹ്യമായിട്ടുള്ള വ്യാപനം ഉണ്ടായി? നാം അറിയാതെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നുള്ളതാണ്. ആ കമ്മ്യൂണിക്കേഷൻ എന്താ? ഇതിനങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു ആൾ പറഞ്ഞത് 30 ഡിഗ്രി സെൽഷ്യസിൽ കൊറോണ വൈറസ് ജീവിക്കില്ലെന്നാണ്. വളരെ വിദഗ്ധമായിട്ടുള്ള ശാസ്ത്രീയമായിട്ട് അഭിപ്രായം പറഞ്ഞു. അത് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. പിന്നെ കൂട്ടം കൂടുന്നത് കൊണ്ട് ഒരു കുഴപ്പവും വരാൻ വേണ്ടി പോകുന്നില്ല എന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പോകത്തക്ക തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരത്ത് നടന്നു. തിരുവനന്തപുരത്ത് രോഗികളുടെ എണ്ണം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കുറവുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ തലസ്ഥാന നഗരത്തിൻ്റെ പ്രത്യേകതയിൽ ഇത്തരം പ്രകടനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ അച്ചടക്കത്തെ സ്വാധീനിച്ചു, ബാധിച്ചു. ഇതിനങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വെറുതെയാണ് ഈ കൂട്ടർ വെറുതെ തടസ്സം ഉണ്ടാക്കുന്നത്. നമ്മളങ്ങ് എങ്ങനെ വേണമെങ്കിലും ആകാം, കൂട്ടം കൂടാം, ഒരുമിച്ചിരിക്കാം,
കല്യാണ സ്ഥലത്ത് ഒരുമിച്ച് കൂടാം, മരണസ്ഥലങ്ങളിൽ പോകാം, നമ്മെ ശല്യപ്പെടുത്തുന്നതാണ് എന്നെല്ലാം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ് ഈ സാമൂഹ്യ വ്യാപനം എന്ന് പറയുന്നത്. അതിനൊട്ടും കുറച്ച് കാണരുത്. നമ്മളതിനെ ഇപ്പോൾ ഓർമ്മതെ പറയുകയല്ല. അത്തരം ഒരു ഫീലിംഗ് ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ ഭരണകൂടം എന്നുള്ള നിലയിൽ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടങ്ങൾ എല്ലാ ജില്ലകളിലും, ഇപ്പോൾ കണ്ണൂരിൽ ഒരു അഡ്വൈസറിയിൽ ഞാൻ കണ്ടത് 6 മണി വരെയാണ്. അതിനൊക്കെ ഗുണമുണ്ടായിട്ടുണ്ടെന്ന് തന്നെ കാണണം. ഒരു നിയന്ത്രണമുണ്ടെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അതെത്തുന്നത്. ആ നിയന്ത്രണം എന്തിനു വേണ്ടിയിട്ടാണ്? വ്യാപനത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണെന്ന പൊതുബോധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ആ നിലയിലേ നമ്മൾ കാണാവൂ. തുറന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്ന പോലെ ഈ 10 മണി വരെ 12 മണി തുറന്നിട്ട് കൊടുത്താൽ ആളുകൾ അതെ അതെ തുറന്നു വിട്ടാൽ അതന്നെ അവിടെ ഒരാൾക്ക് വന്നാൽ തന്നെ 475 പേർക്കും വരും. യെസ്, അപ്പോൾ അവിടെ അടച്ചിട്ടത് കൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പം നമ്മുടെ ഇത്രയും പേരിരിക്കുന്നു, നിങ്ങൾ ചേർന്നല്ലേ നിൽക്കുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിച്ചോ? അത്രയേ ഉള്ളൂ. അത് ജയിലിനും ബാധകമാണ്, ആശുപത്രിക്കും ബാധകമാണ്, ഓഫീസിനും ബാധകമാണ്, വീടിനും ബാധകമാണ്, എല്ലായിടത്തും ബാധകമാണ്. ഉണ്ടാകുന്നില്ലെങ്കിൽ അത്രയും നല്ലത്. അത്രയേ ഉള്ളൂ. ഇല്ല, വിമുഖത ചില ഘട്ടങ്ങളിൽ ചെറിയ വിമുഖത ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പുല്ലുവിളയിൽ അത്ര വൈമുഖ്യം ഒരു ചെറിയ ഒരു സെക്ഷൻ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് ആരോഗ്യ പ്രവർത്തകരും അവിടുത്തെ പൊതു സമൂഹവും അവിടെ പള്ളിയും ഒക്കെ രംഗത്തിറങ്ങി വളരെ താല്പര്യപൂർവ്വം അവർ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, 4000-ത്തിലധികം വരുന്നതായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതിലൊരു നല്ല ശതമാനം ഈ പ്രധാനപ്പെട്ട സോണുകളിൽ തന്നെയാണ് നടക്കുന്നത്. പുല്ലുവിളയിലേക്കുള്ള അനുഭവം എന്ന് പറയുന്നത് വളരെയേറെ കുറഞ്ഞു എന്നുള്ളതാണ്. അവിടെ ഏതാണ്ട് 300ഓളം പരിശോധിച്ചപ്പോൾ, ഞാൻ ഈ ഏറ്റവും ഇന്നലത്തെ മിനിയാത്ത കാര്യം എനിക്കറിയില്ല, അതിന് മുമ്പുള്ള 2 ദിവസങ്ങളിൽ 300 പരിശോധനയിൽ 295 നെഗറ്റീവ് എന്നുള്ള റിസൾട്ടാണ് കിട്ടിയത്. അതൊരു നല്ല സൈനാണ്. തീരദേശത്ത് ഇത് കുറയുന്നു. എൻ്റെ പ്രതീക്ഷ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിലും വരുന്ന ദിവസങ്ങളിൽ കുറയാൻ തന്നെയാണ് സാധ്യത. ആ ട്രെൻഡ് അങ്ങനെ തന്നെ വരികയാണ്. ഇത് ഇങ്ങനെ ഒരു ആപത്ത് നമ്മൾ കാണുന്നുണ്ട്. അത് ഇവിടെ കളക്ടർ ചൂണ്ടിക്കാണിച്ചതായിട്ടുള്ള ഈ മാർച്ച് 11 മുതൽ നമ്മുടെ ആദ്യത്തെ കോവിഡ് രോഗി തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ട മാർച്ച് 11 മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതായിട്ടുള്ള ഓഗസ്റ്റ് 25 വരെയുള്ള തീയതികളിലെ കയറ്റിറക്കങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയവും സമഗ്രവുമായിട്ട് പഠനം നടത്തിയതിന് ശേഷം വിദഗ്ധരെത്തിച്ചേർന്ന ഒരു നിലപാടാണത്. എന്നാലും നമ്മൾ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ ട്രെൻഡിനെ കുറഞ്ഞു വരുന്ന, ഇന്നലെ ഇപ്പോൾ 200 താഴെ വന്നിട്ടുണ്ട്. ഏതാണ്ട് ഇന്നും അങ്ങനെ അതിലൂടെ നമ്മുടെ ജില്ലയെ കോവിഡ് വിമുക്തമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഓ അല്ല, അടുത്ത മലയാള മാസം 1-ാം തീയതിയും ശബരിമല പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യും. അതെ, നിയന്ത്രിതമായിട്ടുള്ള തരത്തിൽ മറ്റു ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് പോലെ അവിടെ വൃശ്ചികം 1-നല്ല, അതിന് മുമ്പായിട്ട് അടുത്ത മാസം മകരമാസം കന്നി 1 ചിങ്ങം കന്നി, തുലാം വൃശ്ചികം അല്ല, തുലാമാസത്തിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തുലാമാസത്തിൽ വൃശ്ചികത്തിന് തൊട്ട് മുമ്പുള്ള മലയാള മാസത്തിൽ, അതെ, ആ സമയത്ത് ഇപ്പോൾ ചില ക്ഷേത്രങ്ങൾ, ഉദാഹരണത്തിന് ഗുരുവായൂരിലൊക്കെ ചെയ്യുന്നത് പോലെ വളരെ വലിയ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് പരിഗണനയിലാണ്. പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കാനാണ് വളരെ നിയന്ത്രിതമായിട്ടുള്ള രീതി. ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ തുറന്നു കഴിഞ്ഞു. വളരെ നിയന്ത്രണങ്ങളും കോവിഡ് ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഭക്തർ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. ആ നിലയിൽ